ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും അടുത്തൊരാഴ്ചത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളുടെയൊക്കെ പ്രൊമോസ് റിവ്യൂസൊക്കെ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കാണുക. കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വിശദമായ കഥയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ജാനകി മാറുകയാണ്. നമ്മുടെ മുത്തശ്ശിയൊക്കെ വിചാരിച്ചത് ജാനകി സർവം സഹയാണ്. മുത്തശ്ശി മാത്രമല്ല, നമ്മളൊക്കെ വിചാരിച്ചു നന്മമരം കളിക്കാൻ പോവുകയാണ് ജാനകി എന്നൊക്കെ. പക്ഷേ അല്ല, ജാനകി നന്മമരമല്ല. ജാനകി അത്യാവശ്യം ആ ഒരു ബോൾഡായ ഒരു പെണ്ണ് തന്നെയാണ് എന്ന് തെളിയിക്കാൻ പോകുന്ന എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത്. നമ്മുടെ മുത്തശ്ശിയൊക്കെ ജാനകിക്ക് മുമ്പിലുണ്ടല്ലോ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു സ്ഥിതി വരും. മാത്രമല്ല പഞ്ചവുച്ച മടക്കി ജാനകിക്ക് മുന്നിൽ നിൽക്കുന്ന അപർണയും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വിശദമായ കഥയിലേക്ക് പോകാം. അങ്ങനെ നളിനി ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ് എന്ന് തന്നെ പറയാം താൻ ചെയ്ത തെറ്റുകളോർത്ത്. അപ്പോൾ ജാനകി ഒരുപാട് നല്ല കാര്യങ്ങൾ നളിനിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പും നളിനി ജാനകിയെ ചതിച്ചിട്ടുണ്ട്. അപ്പോഴും ജാനകി ക്ഷമിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ജാനകിയുടെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് നമ്മുടെ നളിനി നീറുകയാണ്. അങ്ങനെ നളിനി നിന്ന് പൊട്ടിക്കരയാണ്. അപ്പോൾ ചേച്ചി, ഈ ഒരു കണ്ണീരിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ നളിനി ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ജാനകി ചോദിച്ചു, എന്തായാലും എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി നളിനിയേടത്തി. നളിനിയേടത്തി കാര്യങ്ങൾ തുറന്നു പറ. എന്തിനാ നളിനിയേടത്തി ഇത് ചെയ്തത്? ചേച്ചി എന്തിനാണ് ഇത് ചെയ്തത്? ചേച്ചി തുറന്നു പറ. ഒരിക്കലും ചേച്ചി ഇതിനു മുമ്പും ചെയ്ത തെറ്റുകളൊക്കെ തുറന്നു പറഞ്ഞിട്ടും ഞാൻ ഒരിക്കലും ചേച്ചിയെ ആ ഒരു രീതിയിൽ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ചേച്ചി എന്നോട് ചെയ്തത്, എന്നോടാണിത് ചെയ്തതെങ്കിൽ വേണ്ടിയിരുന്നില്ല ചേച്ചി. പക്ഷേ എൻ്റെ കുഞ്ഞായി പോയില്ലേ നിങ്ങൾ ആ ഒരു ചതിയിൽ? എൻ്റെ കുഞ്ഞ് പെട്ടുപോയില്ലേ? അപ്പോഴെങ്കിലും ചേച്ചിക്ക് കാര്യങ്ങൾ തുറന്ന് പറയത്തില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മാത്രമല്ല ആ കുഞ്ഞ് ആ ഹോസ്പിറ്റലിൽ കിടന്ന് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവം നിങ്ങളോട് പൊറുക്കുമായിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ആരെങ്കിലും നിങ്ങളോട് പൊറുക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നളിനി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് കൈ കൂപ്പി പിടിച്ച് കരഞ്ഞുകൊണ്ട്, മോളെ പറ്റിപ്പോയി, എന്നെ പെടുത്തി കളഞ്ഞതാ, ചതിച്ചതാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നളിനി കരഞ്ഞുകൊണ്ട് പൊട്ടി എന്നോട് ക്ഷമിക്കണം, എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപർണ പറഞ്ഞു, കൂടുതലൊന്നും ചോദിക്കുന്നയോ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്കറിയാം നളിനിയേച്ചിയോട് ഞാൻ അങ്ങോട്ട് പറയും എന്താ സംഭവിച്ചത് എന്ന്. നളിനിയേച്ചിയുടെ ആ ഒരു മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകും എന്താ പറ്റിയെന്ന്. ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാനകി പറയാണ്, എനിക്ക് വെച്ച കെണിയിലല്ലേ എൻ്റെ ആ പൊന്നു വന്ന് വീണത്. ഇത്രയും പ്രായമുള്ള എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് തന്നാൽ ഒരുപക്ഷെ ഒന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷേ ആ ഡോസ് കുഞ്ഞിന് കൊടുത്താലത്തുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നളിനിയേടത്തി അപ്പോൾ പോലും നളിനിയേടത്തി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. എന്തായാലും അപർണയുടെ ആ ഒരു കെണിയിൽ പെട്ടുപോയത് ഞാനല്ല, എൻ്റെ കുഞ്ഞാണ്. പക്ഷേ നളിനിയേടത്തിക്ക് ആരെങ്കിലും ഈ വീട്ടിൽ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മാപ്പ് തരുമെന്ന് തോന്നുന്നുണ്ടോ? കേസിന് പോകില്ല എന്ന് തോന്നുന്നുണ്ടോ? കേസിന് പോകും നളിനിയേടത്തി തന്നെ അവസാനം കുറ്റക്കാരിയാവും. അപർണ നളിനിയേടത്തെ രക്ഷിക്കുന്നു തോന്നണുണ്ടോ? ഇല്ല, അവൾ ഒരിക്കലും എന്നെ രക്ഷിക്കില്ല. മാത്രമല്ല എന്നോട് ഇവിടുന്ന് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് ഇവിടുന്ന് പൊക്കോളാൻ എത്രയോ തവണ പറഞ്ഞു എന്നറിയാവോ? പക്ഷെ എനിക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു വഴിയില്ല മോളെ, എനിക്ക് നിവർത്തിയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവൾ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ പിന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നളിനി കരഞ്ഞ് സങ്കടപ്പെടുവാണ്. അപ്പോഴേക്കും അപർണ പറഞ്ഞു, നളിനിയടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് അപർണയല്ല, നളിനിയടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞങ്ങളാണ്, അപർണയല്ല, അഭിയേട്ടനാണ്. അഭിയേട്ടൻ്റെ ആ ഒരു അഭിയേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് നളിനിയടുത്തേക്ക് ശമ്പളമായിട്ട് തരുന്നത്. പിന്നെ എന്തിനാണ് ചേച്ചി അവളെ പേടിക്കുന്നത്? ചേച്ചി അവളെ പേടിക്കാൻ പാടില്ല. ഇനിയും ചേച്ചിയെ ഒരിക്കലും അവൾ കരുവാക്കി കളിക്കാൻ പാടില്ല. ചേച്ചി എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ചേച്ചിക്ക് ഇനിയും തുടർന്ന് ഇവിടെ നിൽക്കാൻ പറ്റും. ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട്, മോളെ എനിക്ക് പേടിയാവുക, പേടിക്കുക വേണ്ട, ചേച്ചി വാ എന്ന് പറഞ്ഞ് നളിനിയെ കൂട്ടിക്കൊണ്ടുപോയി നളിനിയോട് അപർണയ്ക്ക് അരികിലേക്ക് ചെല്ലാനായിട്ട് പറയാണ്. അങ്ങനെ പതുക്കെ നളിനി പേടിച്ച് അപർണയുടെ അരികിലെത്തി. അപ്പോഴേക്കും അപർണ, വന്നോ? അതെ, നിന്നോട് ഞാനൊരു കാര്യം പറയാനിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല നിന്നോട് ഇവിടെ നിന്ന് പോയിക്കൊള്ളാനായിട്ട്. നീ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പൊക്കോണം. ഇനി ഇവിടെ നിനക്ക് ജോലിയില്ല. വേറെ എവിടെയെങ്കിലും ജോലി സെറ്റാക്കി തരാൻ ഞാൻ എൻ്റെ അച്ഛനോട് പറയാം. പിന്നെ വിഷമിക്കൊന്നും വേണ്ട, കുറച്ച് കാശ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ആ കാശ് നിനക്ക് തരാം. അപ്പം നിൻ്റെ ആ ഒരു മറ്റൊരു ജോലി കിട്ടുന്നത് വരെയുള്ള നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല. പിന്നെ വേറൊന്നും കൊണ്ടല്ല, നിൻ്റെ പൂർണ്ണമായ താല്പര്യം കൊണ്ട് മാത്രമാണ്, നിൻ്റെ ഇഷ്ടപ്രകാരമാണ്, നിനക്ക് അസൗകര്യം കൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്ന് നീ ഈ വീട്ടുകാരെ വിശ്വസിപ്പിച്ചോണം, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് എടുത്ത് കൊടുക്കുക കേട്ടോ. നളിനി അത് മേടിക്കാതെ ഇങ്ങനെ നിൽക്കുക. എന്താ അഭിമാനം സമ്മതിക്കുന്നില്ലേ പൈസ മേടിക്കാനായിട്ട് എന്നിങ്ങനെ ചോദിച്ചു. എന്തായാലും നളിനി ഒന്നും മിണ്ടുന്നില്ല. നളിനി തലയും കുനിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക. വേണ്ടെങ്കിൽ വേണ്ട, എന്തായാലും ഈ പൈസ എനിക്ക് പുല്ല് വിലയാണ്.
എന്തായാലും നിനക്ക് തരാനെടുത്ത പൈസയാണ്, എനിക്കിത് പുല്ലാണ് എന്ന് പറഞ്ഞിട്ട് ആ പൈസ അങ്ങോട്ട് എറിഞ്ഞു കളയുകയാണ് കേട്ടോ. അവൾക്ക് മുന്നിലേക്ക് അങ്ങോട്ട് എറിയുകയാണ് നമ്മുടെ അപർണ. അപ്പോഴേക്കും ഒരു പുറകിൽ നിന്ന് ഒരു കൈകോട്ട് കേട്ടു കേട്ടോ. അപർണ ഞെട്ടിത്തരിച്ച് തൂങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദാ എല്ലാം കേട്ടും കണ്ടും കൊണ്ട് നിൽക്കുന്നു ജാനകി. പെട്ടെന്ന് അപർണ ഞെട്ടി കേട്ടോ. ഞെട്ടി നളിനി ഇങ്ങനെ നോക്കുകയാണ്. നളിനിയെ നോക്കി, അതുപോലെ തന്നെ ജാനകിയെയും. അപർണയൊന്നും മിണ്ടാതെ നിൽക്കുക. ജാനകി എന്താണ് അടുത്ത മൂവ് നടത്തുന്നതെന്ന് അറിയാനായിട്ട്. ജാനകി പതുക്കെ അരികിലേക്ക് വന്നു. നീ ഇനി ഒന്നും ഒളിപ്പിക്കാൻ നോക്കണ്ട അപർണ. നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും, ഈ പാവത്തിനെ വെച്ച് നീ നടത്തിയ എല്ലാ കള്ളത്തരങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. എല്ലാം തത്ത പറയുന്ന പോലെ നളിനി ചേച്ചി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നൂനെ ഇല്ലാണ്ടാക്കാനായിട്ട് നോക്കിയല്ലേ നീയ. ഇതേ സമയം അപർണ ദേഷ്യത്തോടു കൂടി നളിനി നിന്നെ ഞാൻ വെച്ചേക്കൂല എന്ന് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പറയാണ്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ചൂടാവുമൊന്നും വേണ്ട. അതെ, ചേച്ചി എന്നോട് ഒന്നും നേരിട്ട് പറഞ്ഞതല്ല, പക്ഷേ ചേച്ചിയുടെ മനസ്സിലെ കുറ്റബോധം ചേച്ചിയെ കൊണ്ടത് പറയിപ്പിച്ചതാണ്. നീ ഈ ചേച്ചിയെ പേടിപ്പിക്കാനൊന്നും നിൽക്കേണ്ട അപർണ. നീ വിചാരിക്കുന്നത് പോലെയല്ല ഈ വീട്, നീ വിചാരിക്കുന്നത് പോലെയല്ല ഞാൻ. നീ വിചാരിക്കുന്ന നിൻ്റെ കളികളും നിൻ്റെ പ്ലാനുകളും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പ്ലേ ഗ്രൗണ്ടാണ് ഇവിടെ ഇത് എന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട. നടക്കത്തില്ല. ഞാനും അഭിയേട്ടനും ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും നടക്കത്തില്ല. ഞാനിതിപ്പോൾ പുറത്ത് പറയുകയാണെങ്കിൽ നീ ഈ വീടിന് പുറത്താണ്. ഞാനിതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെളിവുകൾ സഹിതം നളിനിയെ വെച്ച് പറയിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ വീടിന് പുറത്താണ്. അപ്പോൾ പറഞ്ഞാകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷേ ഞാനിത് പറയില്ല എന്ന് പറഞ്ഞാൽ പറയില്ല. പക്ഷെ നീ ചെയ്ത തെറ്റിന് നീ ശിക്ഷ അനുഭവിച്ചേ മതിയാവോ. എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ തൊടില്ല. പക്ഷേ നീ ആരെ കൊണ്ടാണോ ഇത് ചെയ്യിപ്പിച്ചത് അവർ തന്നെ നളിനിയെടുത്തി കൊടുക്കുക വെക്കട്ടെ ഒരെണ്ണം, ചെക്കിട്ട് നോക്കി ഒരെണ്ണം കൊടുക്കുക. മാത്രമല്ല ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവസാനം എല്ലാം നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കി ഇവിടെ തല്ലാണ്ടേ എന്നിങ്ങനെ ചോദിക്കുക. നളിനി ദേഷ്യത്തോടു കൂടി അപർണ ഇങ്ങനെ നോക്കുകയാണ്. എന്തായാലും നളിനി ചെക്കിട്ട് നോക്കി ഒരെണ്ണം പൊട്ടിക്കുകയും ചെയ്തു അപർണയുടെ. അപർണ എടീ നീ എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അലറണ്ട, എവർക്ക് നേരെ നീ അലറണ്ട. നിന്നെ നോക്കിക്കോ, ഈ വീട്ടിലെ ഓരോ അംഗങ്ങളും ഇതുപോലെ നിന്നെ കൈ നീട്ടി തല്ലുന്ന ഒരു ദിവസം വരും നിൻ്റെ ഈ കൊള്ളരുതായ്മയ്ക്ക്. പിന്നെ നീ ജയിച്ചു എന്ന് കരുതണ്ട. നീ വലിയ അഹങ്കരിച്ച് നീ മറ്റൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. പ്രസ് മീറ്റിന് അമലിനെ വിടാനായിട്ട്. എൻ്റെ അഭിയേട്ടൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ ഒരു സ്ഥലപ്പേരിൽ നിന്നെ ഇനി അതിൻ്റെ പങ്ക് പറ്റാനായിട്ടല്ലേടി. നിൻ്റെ പ്ലാനല്ല ഇതെല്ലാം എനിക്ക് മനസ്സിലായതാ. പിന്നെ ഒരു കാര്യം, ഇന്ന് പ്രസ് മീറ്റിന് അഭിയേട്ടൻ തന്നെ പങ്കെടുത്തിരിക്കണം. അതിന് ചുക്കാൻ പിടിക്കേണ്ടത് നീ ആയിരിക്കണം. നീ അച്ഛനോടും അഭിയേട്ടനോടും അമലിനോടും പറയണം അത്. അപ്പോൾ അപർണ പറഞ്ഞു, ഞാൻ പറയില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും അപർണയ്ക്ക് വേറെ നിവർത്തിയില്ല കേട്ടോ. അപർണ അവസാനം അഭിയും സൂര്യയും അതുപോലെ അമലുമൊക്കെ ഇരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അപർണ, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ കുറേയധികം ചിന്തിച്ചു. എന്തായാലും അഭിയേട്ടനാണ് ഇത്രയും നാളും കമ്പനി നോക്കി നടത്തിയതും എല്ലാം ചെയ്തത് അഭിയേട്ടൻ തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു പ്രസ് മീറ്റിൽ പങ്കെടുക്കാനും യോഗ്യൻ അഭിയേട്ടൻ തന്നെയാണ്. അഭിയേട്ടനെ മാറ്റി നിർത്തി അമൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. മാത്രമല്ല ആ കമ്പനിയിൽ എന്തൊക്കെയാണ് നടന്നത് എന്നും എന്താണ് ഈ ഒരു അച്ചീവ്മെൻറ്റിന് കാരണം എന്നൊക്കെ അഭിയേട്ടനാണ് അറിയാവുന്നത്. അപ്പോൾ പ്രസ് മീറ്റിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ അഭിയേട്ടനാണ് പറ്റുക. ഒരു കൂടെ അമലും ഉണ്ടാവട്ടെ, പക്ഷേ അഭിയേട്ടൻ വേണം അത് ലീഡ് ചെയ്യാനായിട്ട് എന്ന് നമ്മുടെ അപർണ പറയുകയാണ്. ഇത് കേട്ട് അയ്യോ അപർണ നല്ല ആളാണല്ലോ എന്ന രീതിയിൽ അമലിനും സന്തോഷമായി. നീ ആദ്യമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞു എന്ന് അമൽ പിന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മോള് പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്, മോളുടെ ചിന്താഗതിയാണ് കറക്റ്റ് എന്നൊക്കെ സൂര്യനാരായണൻ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഒരു ഗോൾ അവിടെ അടിക്കാൻ സാധിച്ചതിൽ അപർണയ്ക്ക് ഒരു വീട്ടുകാർക്ക് മുന്നിൽ നല്ല പിള്ളയാകാൻ പറ്റി. പക്ഷേ അമലിനെ ആ ഒരു പൂർണ്ണ അർത്ഥത്തിൽ താൻ ഇവരെ ഒരു അഭിയെ തഴഞ്ഞു കളയാനായിട്ട് പറ്റിയില്ലല്ലോ എന്നോർത്തൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രസ് മീറ്റിൽ അഭി പങ്കെടുക്കുന്നതാണ് വിശ്വനാഥൻ തമ്പി കാണുന്നത്. വിശ്വനാഥൻ തമ്പി ദേഷ്യത്തോട് കൂടിയിട്ട് റിമോട്ടൊക്കെ എറിഞ്ഞിട്ട് TV നിർത്തി വെച്ചിട്ട് മകളെ വിളിക്കുക. നീ എന്താടി പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? കണ്ടില്ലേ അഭി അവിടെ ഇരുന്ന് പ്രസ് മീറ്റ് നടത്തുന്നത്? TV വെച്ച് നോക്ക് നീ. അഭി പ്രസ് മീറ്റ് നടത്തുന്നു, വാലാട്ടി പട്ടി പോലെ അമൽ അടുത്തിരിക്കുന്നു, കുഴങ്ങനെ പോലെ ഒന്നും വാ തുറക്കാതെ. കണ്ടില്ലേ ഹീറോ ആകുന്നത് അഭി എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപർണ ദേഷ്യത്തോടു കൂടി, അച്ഛാ ഞാൻ പിന്നെ എന്താണ് ഇതിനോട് പറയേണ്ടത്? നീ എന്തൊക്കെയാണ് എന്നോട് വീമ്പ് പറഞ്ഞത്? പക്ഷേ അച്ഛൻ ഇവിടെ നടന്നൊന്നും അച്ഛനെ അറിയില്ല. ആ നളിനി ചതിച്ചു, ജാനകി എല്ലാം അറിഞ്ഞു. ഓ മൈ ഗോഡ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി ചെയ്യാൻ ഒന്നേ ബാക്കിയുള്ളൂ, വജ്രായുധം. അത് പുറത്തെടുക്കണം. എന്നാൽ മാത്രമേ അഭിയെയും ജാനകിയെയും ഇവിടെ നിന്ന് പുറത്ത് കളയാൻ പറ്റുള്ളൂ. വജ്രായുധമോ? അതെ വജ്രായുധം. അച്ഛൻ വെച്ചേ, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. എന്തായാലും ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അപർണ
നിരഞ്ജനയെ കാണാനായിട്ട്, നിരഞ്ജനയെ ഫോൺ ചെയ്ത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നിരഞ്ജനയെ കാണാനായിട്ട് അപർണ ചെല്ലുകയാണ്. എന്താ ജാനകിയെടുത്ത് എന്താ കാണണമെന്ന് പറഞ്ഞത് എന്ന് അപർണ നിരഞ്ജന ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, നിരഞ്ജന, അജയും നീയും തമ്മിലുള്ള വിവാഹം നടന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും നീ ആ വീട്ടിലേക്ക് വരാനുള്ളതാണ്. നീ ആ വീട്ടിലേക്ക് വരിക തന്നെ വേണം. അജയുടെ ഭാര്യയായിട്ട് ഇനി മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളല്ല നീ. അപ്പം നിരഞ്ജനയെ ഈ വീട്ടിലേക്ക് വരുന്നത് അപർണയെ തോൽപ്പിക്കാൻ തന്നെയാണ് ജാനകി. രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന, അല്ലെങ്കിൽ വീടിൻ്റെ നന്മമരമായിട്ടൊക്കെ കാണുന്ന ഒരു വെറും മരുമകളല്ല താനെന്ന് കാണിച്ചു കൊടുക്കണം ഈ മുത്തശ്ശിയെ സഹിതം. അതുതന്നെയാണ് ജാനകിയുടെ തീരുമാനം. ആ നിരഞ്ജന അതിനെ ഈ വീട്ടിൽ വരണം. അപർണയെ തോൽപ്പിക്കാനായിട്ട് നിരഞ്ജന ഉണ്ടാവണം. നിരഞ്ജനയ്ക്ക് മുമ്പിൽ അപർണ ഒരുപാട് കളി കളിക്കില്ല എന്ന് ജാനകി വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നിരഞ്ജനയെ കാണാനായിട്ട് പോയതും വിവാഹം നടത്താനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ടും. നീ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ഛൻ സമ്മതിക്കില്ല. വിവാഹം നടത്തിയാലേ പറ്റുള്ളൂ. അത് അജയുടെ വീട്ടുകാർ വന്ന് വേണം. പക്ഷേ അജയുടെ വീട്ടുകാർ വരില്ല. അജയ് അതിന് മുൻകൈ എടുക്കുന്നുമില്ല. ഇതിനിടയിൽ പെട്ടുപോയത് ഞാനാണ്. പക്ഷേ അവൾ പറഞ്ഞു, ഞാനത് ശരിയാക്കിക്കോളാം, വിവാഹത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഞാനേറ്റു, നീ കൂടെ ഉണ്ടായാൽ മതി എന്നിങ്ങനെ ജാനകി ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശിയോട് ഇവൾ ചോദിക്കുന്നുണ്ട്. അതായത് അഭിയും ജാനകിയും പുറത്തിറക്കാനായിട്ട് ഒരു വജ്രായുധം മുത്തശ്ശി കയ്യിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവസാനം അതെടുത്ത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ആ വജ്രായുധം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപർണ. പക്ഷേ മുത്തശ്ശി അത് പറയാൻ തയ്യാറായില്ല. അത് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതല്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുക. പക്ഷെ അത് കണ്ടുപിടിക്കാൻ തന്നെയാണ് നമ്മുടെ അപർണയുടെ തീരുമാനം. എന്തായാലും അഭി ഇതറിഞ്ഞു കേട്ടോ. നിരഞ്ജനയെ ഇവൾ കാണാൻ പോയത്, നമ്മുടെ ജാനകി കാണാൻ പോയ വിവരം അഭി അറിയുകയാണ്. അഭി അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ നീ നിരഞ്ജനയെ കാണാനായിട്ട് പോയത്, നീ എവിടെ പോയതായിരുന്നു? അപ്പോൾ എവിടെ പോയതെന്ന് ആദ്യം ചോദിച്ചപ്പോൾ നിരഞ്ജനയെ കാണാൻ പോയതാണെന്ന് പറഞ്ഞില്ല. അവസാനം ഇവൾ ബബ്ബ വയ്ക്കുകയും നിരഞ്ജനയെ കാണാൻ പോയതായെന്ന് സമ്മതിക്കുകയും ചെയ്തു. അവസാനം അഭിക്ക് ദേഷ്യം വന്നു. നീ എന്തിനാണ് എന്നോട് ഈ പല കാര്യങ്ങളും മറയ്ക്കുന്നത്? നീ ഈ മറയ്ക്കുന്നത് തന്നെയാണ്, ഇങ്ങനെ പലതും മറച്ചു വെച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും. എന്തായാലും ഈ മറച്ചത് ശരിയായില്ല. ഇനിയും നീ ഇതുപോലെ മറയോട് കൂടിയിട്ടാണ് എൻ്റെ മുന്നിൽ പെരുമാറുന്നതെങ്കിൽ ജാനകി, നമ്മുടെ ബന്ധം ഈ ഊഷ്മളമായ രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന് അഭി പറയുകയാണ്. അഭി എന്നിട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ജാനകി പറഞ്ഞു, അഭിയേട്ടൻ അവിടെ ഒന്ന് നിന്നേ. അഭിയേട്ടൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ നിരഞ്ജനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിരഞ്ജനോട് കൂട്ടുകൂടാൻ പോയതാണെന്നോ? അല്ല അഭിയേട്ട, അല്ല. അപർണ എന്താ ചെയ്തതെന്ന് അഭിയേട്ടന് അറിയാവോ? നമ്മുടെ പൊന്നു ഈ സ്ഥിതിയിലാവാൻ കാരണം അപർണയാണ്. ഞാൻ ആ വിളക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അമ്പലത്തിൽ പോകാതിരിക്കാനായിട്ട് അവൾ എനിക്കിട്ട് പണി തന്നതാണ് അവസാനം പൊന്നുവിലേക്ക് എത്തിയത്. നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ടോ അഭി ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവളെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അഭി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ജാനകി പറഞ്ഞു, വേണ്ട അഭിയേട്ടാ, ഇപ്പം ഈ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അപർണ ഒരു പക്ഷേ ഇവിടെ നിന്ന് പുറത്താകും. അപർണ ഇവിടെ നിന്ന് പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമലിൻ്റെ ജീവിതം എന്താകും? മാത്രമല്ല അവൾ പുറത്തു നിന്ന് കളിക്കുന്നതും ശത്രുവായിട്ട് തന്നെയായിരിക്കും. അതല്ല വേണ്ടത്. അവളുടെ ഈ പകയൊക്കെ ഇല്ലാണ്ടാക്കുകയാണ് വേണ്ടത്. അവളുടെ പ്ലാനുകളൊക്കെ ഒരിക്കലും നടക്കില്ല എന്ന് ബോധ്യം പറഞ്ഞ അവൾക്ക് അവസാനം അവൾ അടങ്ങിക്കോളും. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് എന്നും ഇങ്ങനെ പറയാണ്. എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ വരാം. സി ഓക്കെ, താങ്ക് യു.